ആ അച്ഛാ, ഡോക്ടറെ കണ്ടോ? ഡോക്ടർ എന്താ പറഞ്ഞേ? ചെറിയൊരു പ്രശ്നമുണ്ട്. നല്ലപോലെ ട്രീറ്റ്മെൻ്റ് എടുത്താൽ കുറയുമെന്നാ പറഞ്ഞേ. പക്ഷേ കുറച്ച് പൈസ ചിലവുണ്ട്. ഒരു 20,000 രൂപ വരും മോളെ. ആണോ? 20,000 രൂപയാകൂലേ? നമുക്ക് ആ സംഘത്തിലെ കുറി പിടിച്ചാൽ ഒരു 25,000 കിട്ടും. ആവശ്യം പറഞ്ഞ് ഞാൻ വിളിച്ചപ്പം അടുത്ത മാസം 4-ാം തീയതി തരാമെന്നാ പറഞ്ഞേ. പക്ഷേ ഇനിയും 10-20 ദിവസമുണ്ട്. ഞാൻ ഓഫീസിൽ നിന്ന് സാലറി അഡ്വാൻസ് ആയിട്ടൊരു 10,000 കിട്ടുമോ നോക്കട്ടെ. എന്നാലും വേണ്ടേ ഒരു 15 കൂടി? ആരോടെങ്കിലും റോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നാലും മോള് കടം ചോദിക്കാന്ന് വെച്ചാ അത് വേണോ മോളെ? അച്ഛന് വയ്യെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അച്ഛൻ ആരോടും കാശ് കടം ചോദിച്ചാൽ തരികയില്ല. അല്ലേ എന്തെങ്കിലും ചെയ്തേനെ. അച്ഛൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലും റെഡിയാക്കാം. അച്ഛൻ വീട്ടിലേക്ക് പോരെ? ആ ശരി മോളെ. ശരി. ഹലോ എടി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ? ഹലോ ചെറിയച്ഛൻ്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടാവോ? അടുത്ത മാസം ആദ്യം തരായിരുന്നു. അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിനാ. എൻ്റെ കയ്യിൽ എവിടുന്നാ മോളെ കാശ്? എനിക്ക് തന്നെ മരുന്ന് മേടിക്കാൻ 100 രൂപ പോലും ഇല്ലാണ്ടിരിക്കുക. മോള് വേറെ ആരോടെങ്കിലും ഒന്ന് ചോദിക്കുക. ഇല്ലാത്തോണ്ടാണ്. ശരി. ഹലോ, അതെ, എനിക്ക് കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ? ആ നിതിനെ, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. എവിടുന്നെങ്കിലും റോൾ ചെയ്ത് തരാൻ പറ്റുമോ? ആ നയന, എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഒരു 15 രൂപ. ആ മാമി, എനിക്ക് കുറച്ച് പൈസ റോൾ ചെയ്ത് തരാൻ പറ്റുമോ? അച്ഛൻ്റെ കാര്യമായോണ്ടാ. എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമോ? 4-ാം തീയതി കൃത്യമായിട്ട് തരായിരുന്നു. ഒന്ന് ശ്രമിച്ചു നോക്കാവോ? എടാ, നീ വിചാരിച്ച എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഞാൻ വിചാരിച്ച ഒന്നും നടക്കൂല മഹിയ. ഒരു മാസം പട്ടിപ്പണി എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും നിനക്ക് നന്നായിട്ട് അറിയാലോ. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി ഒന്ന് ട്രൈ ചെയ്യും. അതാവുമ്പോ കാര്യം പെട്ടെന്ന് നടക്കൂലോ. ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴിയോ? ആ പിന്നെ, ഞാനൊക്കെ അങ്ങനെയല്ലേ ചെയ്യാറ്. എൻ്റെ അടുത്തത് കഴിഞ്ഞിട്ടില്ല. ഇല്ലായിരുന്നെങ്കിലേ നമുക്ക് ആ വഴി നോക്കായിരുന്നു. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ആ ആപ്ലിക്കേഷന്റെ പേരെന്താ? അത് കുറെ ഉണ്ട്. ഞാൻ എടുത്തതിൻ്റെ ലിങ്ക് ഞാൻ നിനക്ക് വാട്സപ്പിൽ അയച്ചു തരാം. ശരി, രാഹുൽ അയച്ചോ. ഞാൻ ഒന്ന് നോക്കിയിട്ട് വിളിക്കാം. ശരി എന്നാ. എന്താ മഹിയ, ലോൺ കിട്ടിയാ? ഇല്ലടാ, റിജക്റ്റ് ആയി. ആ, എനിക്ക് ക്രെഡിറ്റ് സ്കോർ കുറവായോണ്ട് കിട്ടിയില്ല. നീ ഇട്ട 3 ആപ്ലിക്കേഷനും റിജക്റ്റ് ആയി. ഓ, നിനക്ക് സിവില് കുറവാണോ? അതെ, മുൻപ് ഞാൻ 2 ഗോൾഡ് പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുക്കാൻ പറ്റാത്തതുകൊണ്ട് തീരായി പോയി. അങ്ങനെ എൻ്റെ ക്രെഡിറ്റ് സ്കോർ പോയത്. പിന്നെ നമ്മുടെ ഓഫീസിൽ നിന്ന് ടെമ്പററിക്കാർക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഒന്നും തരില്ലല്ലോ. നീ എന്നൊരു കാര്യം ചെയ്യ്, ആ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് 1-2 ആപ്ലിക്കേഷൻ കൂടെ ഒന്ന് നോക്ക്. എല്ലാ ആപ്ലിക്കേഷനും അങ്ങനെ സിവിലൊന്നും നോക്കത്തൊന്നുമില്ല.
എടി ഒരു മിനിറ്റ്, എനിക്കൊരു എമർജൻസി കോള് വരുന്നുണ്ട്. എൻ്റെ ഒരു ക്ലയൻറ്റ് വിളിക്കുന്നുണ്ട്, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ ശരി. ഹലോ, ഗുഡ് മോർണിംഗ്. മഹിയ മനോഹരനല്ലേ? അതെ, ആരാ? മേഡം, ഞാൻ ക്രെഡിറ്റ് വൺ ഫിനാൻസിൽ നിന്നാണ് വിളിക്കുന്നത്. മേഡത്തിന് 20,000 രൂപ പ്രീ അപ്രൂവ്ഡായി ലോൺ ഓഫർ വന്നിട്ടുണ്ട്. ലോൺ എടുക്കാൻ താല്പര്യമുണ്ടോ? ലോൺ വേണം, പക്ഷേ ക്രെഡിറ്റ് സ്കോർ 650 ഉള്ളൂ. നോ പ്രോബ്ലം മേഡം, ഞങ്ങൾ ക്രെഡിറ്റ് സ്കോർ നോക്കാറില്ല. മേഡത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിയാണ് ലോൺ തരുന്നത്. മേഡത്തിന് എല്ലാ മാസവും ബാങ്ക് അക്കൗണ്ടിലല്ലേ സാലറി ക്രെഡിറ്റ് ആവുന്നത്? അപ്പോൾ പ്രശ്നമൊന്നുമില്ല മേഡം, ലോൺ കിട്ടും. ലോൺ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ ഒരു ലിങ്ക് വരും, അതിൽ ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം ആധാറിലെയും പാൻ കാർഡിലെയും ഡീറ്റെയിൽസ് കൊടുത്ത് KYC കംപ്ലീറ്റ് ചെയ്താൽ അക്കൗണ്ടിൽ 1 അവറിനുള്ളിൽ പൈസ ക്രെഡിറ്റ് ആവും. ശരി. ആ, ഹലോ അച്ഛാ, പൈസ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. ഹലോ, മഹിയ മനോഹരനല്ലേ? അതെ, ആരായിരുന്നു? എന്താ മേഡം, ലോൺ എടുത്താൽ മുഴുവൻ തുകയും തിരിച്ചടയ്ക്കണമെന്ന് അറിയില്ലേ? 3 മാസമായിട്ടും ലോൺ ക്ലോസ് ചെയ്യാത്തത് എന്താണ്? ഞാൻ 1800 രൂപ പലിശയും ചേർത്ത് 21,800 രൂപ അടച്ച് ലോൺ ക്ലോസ് ചെയ്താണല്ലോ. എന്നാ അങ്ങനെയല്ല മേഡം, 15 ദിവസമായിരുന്നു മേഡത്തിന്റെ റീപേയ്മെന്റ് കാലാവധി. മേഡം ലോൺ തിരിച്ചടച്ചത് 20 ദിവസമായപ്പോഴല്ലേ? അപ്പോൾ തിരിച്ചടവ് ലോൺ എമൗണ്ടിന്റെ ഇരട്ടിയായി. അങ്ങനെ 43,600 രൂപയായി. ഇപ്പോൾ 2 മാസത്തെ അടവ് കൂടി മുടങ്ങി. പലിശയും പെനാൽറ്റിയും ചേർത്ത് 70,000 രൂപ തിരിച്ചടയ്ക്കണം, അതും ഇന്ന് തന്നെ. 70,000 രൂപയോ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്ക് ലോൺ കിട്ടിയപ്പോൾ 6 മാസത്തിന്റെ തിരിച്ചടവ് കാലാവധി ഉണ്ടായിരുന്നു. അതിലെ ഫസ്റ്റ് EMI 1 മാസം കഴിഞ്ഞാണ് കാണിച്ചിരുന്നത്. ഞാൻ ടോട്ടൽ എമൗണ്ടും 20 ദിവസത്തിനുള്ളിൽ അടച്ച് ക്ലോസ് ചെയ്തില്ലേ? എന്താ മേഡം, ലോൺ എഗ്രിമെന്റ് പൂർണ്ണമായി വായിച്ചു നോക്കാതെയാണോ ലോൺ എടുത്തത്? 6 മാസം കാലാവധി കാണിച്ചത് 800-ന് മുകളിൽ ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്കാണ്. നിങ്ങൾക്ക് 650 മാത്രമാണ് ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരുന്നത്. 15 ദിവസം കൊണ്ട് ക്ലോസ് ചെയ്യേണ്ട ലോൺ ആയിരുന്നു അത്. ബാലൻസ് എമൗണ്ട് അടയ്ക്കാതിരിക്കാൻ ഇനി പുതിയ കാരണങ്ങളൊന്നും കണ്ടെത്തണ്ട. ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ മുഴുവൻ തുകയും അടച്ചിരിക്കണം. ഇല്ല, ഞാൻ ഇനി അടയ്ക്കില്ല. ഇത് ചീറ്റിംഗ് ആണ്. ഞാൻ എടുത്ത തുക പലിശയും ചേർത്ത് തിരിച്ചടച്ചതല്ലേ? അതെ, നീ ഒരു പെണ്ണാണെന്ന കാര്യം മറക്കണ്ട. ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ 70,000 രൂപ തിരിച്ചടച്ചില്ലെങ്കിൽ നിന്റെ ഫോണിലുള്ള 450 കോൺടാക്ട് നമ്പറിലേക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന നിന്റെ നേക്കിഡ് ഫോട്ടോസും വീഡിയോസും ഞങ്ങൾ അയക്കും. പിന്നെ അറിയാലോ, സ്വന്തം മാനം കളയാൻ നിൽക്കണ്ട, മര്യാദയ്ക്ക് കാശടയ്ക്കാൻ നോക്ക്. തോന്നിയാസം പറയരുത്. നിങ്ങൾ എന്നെ എന്തൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാലും ഞാൻ കാശ് തരില്ല. എടുത്ത തുക കൃത്യമായിട്ട് പലിശയും ചേർത്ത് തിരിച്ചടച്ചിട്ടുണ്ട്. അതെ മേഡം, ആ വാട്സപ്പിലൊന്ന് നോക്കിയിട്ട് മതി ഈ മാതിരി ഡയലോഗൊക്കെ. 5 മണിക്കുള്ളിൽ മുഴുവൻ തുകയും സെറ്റിൽ ചെയ്തിരിക്കണം. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടായിരിക്കില്ല. മേഡം, 5 മിനിറ്റ് കൂടി നിങ്ങൾക്ക് സമയമുണ്ട്. ഇനിയും പൈസ തിരിച്ചടച്ചില്ലേ, നിന്റെ നേക്കിഡ് ഫോട്ടോസും വീഡിയോസും നാട് മുഴുവനും എത്തിക്കും. അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുത്. മര്യാദയ്ക്ക് പൈസ അടച്ചു.
ഹലോ, അത് ഞാൻ. ഹലോ ഹലോ. ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചത്? മോളെ പറ്റി ഇങ്ങനെയൊന്നും ഞാൻ കരുതിയിരുന്നില്ലല്ലോ.